ഇവിടെ കവറിൽ ഇങ്ങനെ ആപ്പിളുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മർഫ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇഷ്ടംപോലെ എല്ലാ കടകളിലും ആപ്പിള് പച്ചയുണ്ട്, റെഡും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ആപ്പിൾ ഇട്ട് മാറ്റിയ ഇവിടുത്തെ ലോക്കൽ മദ്യമാണ്, അതും കിട്ടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ആപ്പിൾ കുറച്ച് മേടിച്ച് കഴിക്കാം. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങും ചെയ്യാം. അപ്പോൾ ഈ മർഫയിലുള്ള കുറേ ഇവിടുത്തെ ലോക്കൽ ഐറ്റംസ് ഇതിൽ ഇവിടെ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ ടിമൂർ? ഓക്കെ ടീക്കെ. ഇതേ ടിമൂർ എന്ന് പറയുന്ന സാധനമാണ്, ചട്നിപ്പൊടി. പിന്നെ ആപ്രിക്കോട്ട്, ഡ്രൈ ആപ്പിൾ, മഷ്റൂം, ഡ്രൈ മഷ്റൂം. പിന്നെ ഈ ഇരിക്കുന്നത് മൊത്തം ഇവിടുത്തെ ആപ്പിൾ ബ്രാൻഡി കേട്ടോ, മാർഫാക്ക് ഉണ്ടോ, ആപ്പിൾ ബ്രാൻഡി. ഇതൊക്കെ ഇവിടെ ലോക്കലി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇവിടെ ഉണ്ടോ വലിയ ചെമ്മരിയാടും കൂട്ടം, അത്ര വലിയ കൂട്ടമൊന്നുമല്ല, ചെറിയൊരു കൂട്ടമാണ്. നേരത്തെ ഞാൻ കാണിച്ച ടിമൂർ എന്ന് പറഞ്ഞ സാധനം, അത് ഇവരിങ്ങനെ പിടിച്ചിട്ട് മുളകും ടിമൂറും ഉപ്പൊക്കെ കൂട്ടിയിട്ട് ചട്നിപ്പൊടി മാതിരി നമ്മുടെ നാട്ടിലെ ചട്നി പൗഡർ മാതിരി ഉണ്ടാക്കും. എന്നിട്ട് അത് ഇവർ ഈ നൂഡിൽസും സാധനത്തിലൊക്കെ ഇതിട്ടിട്ടാണ് കുടിക്കുക. അപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റ്, നല്ല എരിവുണ്ട്. ഇവരുണ്ട്, അവർ തോട്ടത്തിൽ നിന്ന് ഈ ആപ്പിള് വിളവെടുത്ത് കൊടുത്തിട്ടേ ഇവിടെ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അച്ഛാ ആപ്പിൾ इधर से काठमांडू हाँ പൊക്കറ കാഠ്മണ്ഡുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ പാക്ക് ചെയ്ത് വെക്കുന്നു. ഇവിടെയും കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾ കുട്ടിമാമയ്ക്ക് തന്നെ വിശ്വാസമില്ലെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. മാമ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരായിരുന്നു ജഗക്കന്നെ ഓക്കെ. നമ്മള് മർബ എന്ന് പറഞ്ഞാല് അവിടുന്ന് മൊത്തത്തിൽ മജയായി കേട്ടോ, സംഭവം മജയായി. എന്നിട്ട് നമ്മളിനി ജോസഫ്സിക്ക് പോവാണ്. അപ്പോ അവിടുത്തെ സ്ഥലം കണ്ടോ, റോഡൊക്കെ എന്ന് പറഞ്ഞാല് റോഡ് അവിടെ ഒരു പാലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഫ്യൂച്ചറിൽ സെറ്റ് ആവും. പക്ഷെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുഴയുടെ സൈഡിലൂടെ ഉള്ള ഒരു കുഞ്ഞിന്റെ പുറത്തു കൂടെയാണ്. പുഴ അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്, സൈഡിൽ കൂടെ നടക്കൂടെ, ഇത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെപ്പോ പുഴ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണോ, തോടാണോ, എന്ത് കുന്താണാവോ, ഏതൊക്കെ സ്ഥലത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും അറിയില്ല. കല്ല് ചൂടായിക്കണമെന്ന് പറയാണ്. പാലക്കാട് ദോശ പോയി, ദോശ ലേശം പൊട്ടി. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടേ കല്ല് ചൂടായിക്കണമെന്ന് പറയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കഴിച്ചോളി കുട്ടികളെ. അവിടെ പിന്നെ മലകളെ കുറച്ചും കൂടി ഇത്രയും പച്ചപ്പില്ലാത്തൊരു മല പോലെ അല്ല, അവിടെ പല ഷെയ്ഡുകളുണ്ട്. അവിടെ ആൽഗയുടെ ഷെയ്ഡാണ്, പല ഷെയ്ഡുണ്ട്, അന്തമുള്ള ഷെയ്ഡാണ്. അല്ലാത്ത കാരണം നമ്മൾ ശരീരം കൊണ്ട് ക്ഷീണിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ഷെയ്ഡും മാറിയല്ലോ. എന്താണ് കരിങ്കുഴലി മറക്കാം പയ്യടി നിന്നെ, മറക്കാം പയ്യടി നിന്നെ, മുണ്ടു പാറയും കൊയ്യാപ്പാറയും, മുണ്ടു പാറയും കൊയ്യാപ്പാറയും പാമ്പൂരിപ്പാറയും കടന്ന് വടക്കം മാമല കേറി വന്നൊരു വാലിയക്കാരി, മുളക്കൂട്ടിനുള്ളിൽ തീറ്റ വെട്ടാൻ ചെന്ന നേരം കണ്ണുകൊണ്ടെന്റെ കരളിനുള്ളിൽ കുളിരു കോരിയ വമ്പത്തി പെണ്ണേ കരിങ്കുഴലി മറക്കാം പയ്യടി നിന്നെ, മറക്കാം പയ്യടി നിന്നെ. സൂരജ് ഭായിന്റെ എക്സ്പ്രഷൻ നോക്കട്ടെ.
ആപ്പിൾ ഫുൾ ആപ്പിൾ ഫാം ആട്ടോ ഇവിടെ മൊത്തത്തില് ഡ്രൈ ആണെങ്കിലും ഇവിടെ മൊത്തത്തിൽ ആപ്പിൾ ഫാം ആട്ടോ. അതായത് ഇപ്പൊ സീസൺ ആയത് കാരണം മൊത്തം ആപ്പിൾ കായ്ച്ചിട്ട് നിൽക്കുകയാണ്. താഴ്വര മൊത്തം ലാൻഡ് ഓഫ് ആപ്പിൾ ആണ്. അവിടെ ഈ പെട്ടിയിലാക്കി വെച്ചിരിക്കണൊക്കെ ആപ്പിളാണ്. ഇവിടെ ഈ തോട്ടത്തിൽ നിന്ന് വളമെടുത്തിട്ട് പെട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഓ ഒരു വണ്ടി പോയപ്പോ പൊടി അടിച്ച് സമയത്ത് ഗ്ലാസ് പൊക്കിയത് കാരണം നമ്മൾ അടിച്ച് പൊടിയിൽ അടിച്ച് മുങ്ങില്ല. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളെ വീണ്ടും വീണ്ടും നമ്മള് പറയാണ് ഇനി അങ്ങോട്ട് റോഡുകൾ കിടക്കണുണ്ടോ ഫുള്ള് ഇതേ ഒരു സ്റ്റൈലിലാണ്. ഇനി മലകൾ മൊത്തം സൈഡില് നമുക്ക് ഈ മല ഐസ് മൂടി കിടക്കണമെന്ന് കാണാം കേട്ടോ. അടിപൊളിയായിട്ട് നമ്മള് ജോസം എയർപോർട്ട് ജോസം എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിന് താഴെയാണ്. ജോസമിലെത്തി നമ്മളെ ഹോട്ടലിന്റെ പിന്നിലാട്ടോ എയർപോർട്ട്. അപ്പൊ ഹോട്ടല് നമ്മള് റൂം ഇവിടെയാണ് എടുത്തിരിക്കണേ. എടുത്തിട്ട് നമ്മളവിടെ പോയി നോക്കാം. എന്തായാലും ഹോട്ടൽ ഷബാന ജോംസം അങ്ങനെ ഞങ്ങൾ കയറി. ഇവിടെ ഹോട്ടലിൽ വന്നപ്പോൾ ഇവിടെ മൊത്തത്തിൽ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ടേ ഇവിടെ ഭയങ്കര റഷാണ്. ഇവിടെ ഫുള്ള് വൈബിൻ്റെ ഏരിയയാണ്. ഇവിടെ കുറേ ആൾക്കാർ ചീട്ട കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് എയർപോർട്ട്. എയർപോർട്ടിൻ്റെ റൺവേ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. റൂം സംഭവം ഇത് നല്ലൊരു ഹോട്ടലാട്ടോ. റൂമൊക്കെ നല്ല റൂമാണ്. ഇതിന് പിന്നെ ഏറല്ലേ ഇതില് 2 ഡബിൾ ബെഡുകളുണ്ട്. ഇതിന് 1500 നേപ്പാളി, ഏകദേശം നമ്മളെ ഒരു 1000 താഴെയുള്ള പൈസ. പിന്നെ ഇതിലാണെങ്കിൽ 4 സിംഗിൾ ബെഡുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനും 1500 നേപ്പാളി. അപ്പോൾ കമ്പാരിറ്റീവ്ലി ചീപ്പാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്രയും റിമോട്ടായിട്ടുള്ള ഇത്രയും ഒരു ടൂറിസ്റ്റ് സ്ഥലത്തിൽ ഒന്നാമത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ഒരു ഓഫ് സീസൺ, അവിടെ സീസൺ ആയി വരുന്നേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കാം. എനിവേ നല്ലതാണ് എന്തായാലും. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ബാക്കിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ പുത്താങ് എയർപോർട്ട്, അതായത് ജോംസം എയർപോർട്ട് തന്നെയാണ്, അതായത് നമ്മുടെ നേപ്പാളിലെ. അപ്പോൾ ഈ നമ്മുടെ എന്താ മുക്തിനാഥിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഈ എയർപോർട്ടാണ് ചൂസ് ചെയ്യാറ്. ഇവിടെ വന്നിറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് പോവാറ്. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ഒരു ഹോട്ടലിലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ അതായത് നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്കിൽ ഈ കാണുന്നതാണ് ഇപ്പോൾ എയർപോർട്ടും എയർപോർട്ടിൻ്റെ റൺവേയും അതൊക്കെ കേട്ടോ. അതൊക്കെ നമുക്ക് ഇവിടെ വമ്പ സെക്യൂരിറ്റി ഒന്നുമില്ല, ഇവിടെ ചെറിയ ഫ്ലൈറ്റ്സ് മാത്രമല്ലേ വരുന്നുള്ളൂ. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഈ കാണുന്ന ഈ മലയാണ് നീലഗിരി എന്ന് പറയുന്നത്. ഈ നീലഗിരി എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ ഭാഗമാണോ? നീലഗിരി. ഇതിൻ്റെ ബാക്കിൽ അന്നപൂർണ ഉണ്ട്. അന്നപൂർണ അതിൻ്റെ ബാക്കിൽ കാണും. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ധൗലാഗിരി എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. ഇതൊക്കെ എനിക്ക് വന്നത് ഈ നമ്മുടെ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ ആ ബാക്കിലൊക്കെ ഉണ്ടല്ലോ മൗണ്ടൻ. ഇവിടെ ഡിസംബറിലൊക്കെ നമ്മൾ ഈ ഹോട്ടലത്തെ പയ്യൻ പറഞ്ഞത് ഡിസംബർ ആ സീസണിലൊക്കെ ഇവിടെ അത്യാവശ്യം നമ്മുടെ ഒരു 1 അടി 1.5 അടി 2 അടിയൊക്കെ മഞ്ഞ് വീഴും കേട്ടോ. അവിടെയൊക്കെ അങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നത് തോന്നുന്നു. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മളിന്ന് റൂമിലെത്തി. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫ്രഷായി ഫുഡൊക്കെ അടിച്ച് പിന്നെ ഇവിടെ നിന്ന് കാണാനുള്ള ഇവിടെ ഒരു മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. പറ്റുകയാണെങ്കിൽ ആ മാർക്കറ്റിലൊന്ന് രാത്രി പോകണം. പിന്നെ ബാക്കി വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ അപ്പോൾ ഇന്നത്തോടു കൂടി ആ മാർക്കറ്റിലും കൂടെ പോയിട്ട് നമുക്കിന്ന് ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം. ഇവിടെ കുറേ ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന് താമസിക്കുന്ന ഹോട്ടലല്ലാതെ വേറെ ഹോട്ടൽസൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മളെന്തായാലും ഇവിടെയാണ് എത്തിപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. അതൊരു നമ്മളിപ്പോൾ ഉള്ളത് ഈ മുക്തിനാഥിലേക്ക് പോകുന്ന വഴിയിൽ ഈ എന്താണ് ജോംസം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതൊരു മുസ്താങ് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥലം ഈ ഇപ്പോൾ നമ്മളുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എന്തായത് പുക്താങ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ പതിനെട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ ഒരു ആളുടെ കുട്ടിക്കാലത്തൊന്നും ഇവിടെ ഇത്രയും ഇതൊന്നുമില്ല. ഇത് ഡെവലപ്പ് ചെയ്ത് വന്നൊരു സ്ഥലമാണ്. ഈ മുക്തിനാഥ് ക്ഷേത്രമൊക്കെ ഉള്ളത് കാരണം തന്നെ ഇവിടെ കുറേ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു മലേൻ്റെ അപ്പുറത്താണ് ശരിക്കും ഇവരുടെ ഗ്രാമം ഉള്ളത്. അപ്പോൾ ആ ഗ്രാമത്തിലാണ് ഇപ്പോൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ളത്. പക്ഷേ അവർ ഇവിടെ കുറേ വീടൊക്കെ വെച്ച് ആൾക്കാർ അത് വീടും ഹോട്ടലും റെസ്റ്റോറൻറ്റും എല്ലാം കൂടെ ഒന്നായിട്ട് ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഇവിടെ ഇപ്പോൾ സ്കൂളും പിന്നെ ഈ പറഞ്ഞ ഗവൺമെൻറ് ഓഫീസുകൾ, ഹോസ്പിറ്റൽ ചെറുതാണെങ്കിൽ കൂടി എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരുപാട് ആളുകൾ വരുന്നത് കാരണം ഇവരുടെ വരുമാന മാർഗം അങ്ങനെ ആയത് കാരണം ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സെറ്റപ്പാണിത്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഒരു മാർക്കറ്റ് കൂടെയാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ എനിക്കൊന്ന് ഷോപ്പുകൾ അടവാണ് എന്താണെന്ന് അറിയില്ല. കുറേയൊക്കെ ഡോറുകളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ ടൂറിസ്റ്റുകളും കുറച്ച് കുറവാണെന്ന് തോന്നുന്നത്. പിന്നെ ഇതിന് മുകളിലൊരു ബുദ്ധക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിൻ്റെ ടോപ്പ് വ്യൂ കിട്ടും. അടിപൊളി വ്യൂ ആണെന്നാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിതിലൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് തിരുമേനിയാണ് മുന്നിൽ വഴികാട്ടിയായിട്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കണ്ടേ. ഇതെന്താണ്? അതാണ് എയർപോർട്ടില്ലേ? അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ എൻട്രൻസ് ആണ്. സംഭവം നമ്മൾ ചെറിയ എന്താ പരിപാടി വിചാരിച്ചു. ആണ്ടാ ഇവിടെ ജോംസം എയർപോർട്ട് എൻട്രൻസ് ഗേറ്റ്, ഗാരാബ് ജോങ് റൂറൽ മുനിസിപ്പാലിറ്റി മസ്താങ്. അപ്പോൾ ഫുള്ള് സാധനങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ടോ പ്രഭു ബാങ്കിൻ്റെ ATM ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഇങ്ങനെ മലകളുമാണ്, കുത്തനെ മലകളുമാണ്. ഈ ബിൽഡിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് മലകളും ഇങ്ങനെ കാണാം. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ചെറിയൊരു സ്ഥലമാണ്. ഇവിടെ ആകെ 16,000 ആളുകളെ ഇവിടെ ഉള്ളൂ എന്നാണ് ആളടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒരു ഏട്ടനും അനിയത്തിയാന്ന് തോന്നുന്നത്. 2 കുഞ്ഞു കുട്ടികൾ ഇവിടെ വോളിബോളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടാ. കമോൺ ഏയ്. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ അങ്ങനെ അതും കണ്ടു. അടിപൊളി. ഇവിടെ പിന്നെ പറഞ്ഞല്ലോ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഈ തക്കാളി ഗോത്രത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവരുടെ ഈ തക്കാളി കിച്ചൺ റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിട്ടാണ് ഇവിടെ അധികം ഉള്ളത്. ഇതൊരു ബേക്കറിയും കോഫി ബാറൊക്കെ കൂടിയിട്ടുള്ള സ്ഥലമാണ്. അത് ഇവിടുത്തെ മെയിൻ ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ആപ്പിള്, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ വേറെ എന്തൊക്കെ 2-3 സാധനങ്ങൾ പറഞ്ഞവർ നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കൃഷിയാണ് മെയിനായിട്ട് ഇവിടെ അപ്പുറത്തെ വില്ലേജിലുള്ളത്. അവിടെ രാത്രി ആയത് കാരണം ഈ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ പുത്താങ് ജോംസം കമ്മ്യൂണിറ്റി ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കുകയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ നേപ്പാളിൽ നമ്മൾ സെൽഫായിട്ട് ട്രാവൽ ചെയ്യാൻ വളരെ സിമ്പിളാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. കാരണം അത്യാവശ്യം അവർക്ക് ഹിന്ദി കുറച്ചൊക്കെ അവർക്ക് അറിയും. അപ്പോൾ നമുക്കും കുറച്ച് ഹിന്ദി അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിവിടെ പിടിച്ച് നിൽക്കാനുള്ള സെറ്റപ്പ് കിട്ടും. പിന്നെ ഇവിടെ ആളുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ കച്ചറ പരിപാടികളൊന്നും അത്ര ഇല്ല. അപ്പോൾ സിമ്പിളായിട്ട് സെൽഫായിട്ട് ട്രാവൽ ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് ഞാൻ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അത്യാവശ്യം ഭയങ്കര കത്തിയെന്നൊന്നും പറയാനൊന്നുമില്ല. നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര കത്തിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് റൂമിൽ പോകണം, ഫുഡ് അടിക്കണം, റെസ്റ്റ് എടുക്കണം. പിന്നെ നാളെ രാവിലെ എണീറ്റിട്ട് നമ്മുടെ മുക്തിനാഥ് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കണം. മുക്തിനാഥ് ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ആയിരുന്നു തന്നെയാ? 10 കിലോമീറ്റർ 20 കിലോമീറ്ററോ? 20 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് പോയതായിരുന്നു. ഇപ്പോൾ ഇവിടെ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മുക്തിനാഥിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. പിന്നെ നാളെ നമ്മൾ മുക്തിനാഥിൽ നിന്ന്
നമ്മൾ തിരിച്ച് പൊക്കാറയ്ക്ക് തന്നെ പോകും. ഇത് നമ്മളെ ചിക്കൻ റൊട്ടി, അതായത് റൊട്ടി ഉണ്ട്, ചിക്കൻ ഉണ്ട്, ദാലുണ്ട്, പപ്പടം ഉണ്ട്, കക്കരി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ ഇവിടുത്തെ എന്തോ ഒരു ഉണക്കിയ ഇലകൊണ്ടുള്ള കറി, ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു കറി, പിന്നെ ഒരു പട്ടാണിക്കടല എന്തൊക്കെയുള്ള സാധനം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഹോട്ടലിലെ അവർ പറയാണ്, നമ്മൾ ഈ ഹോട്ടലിൻ്റെ നമ്മൾ ബ്ലോഗറാണെന്നൊക്കെയാണ് അവർ പറയണത്. ആർക്കറിയാം, ഞാനറിയാതെ എല്ലാവരും കൂടെ എന്നെ ബ്ലോഗർ ആക്കിയിട്ട്. അപ്പോൾ അതെ അപ്പം ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറയേണ്ടവർ. ഓക്കെ ആയിക്കോട്ടെ, നമുക്ക് എന്താ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നേപ്പാളിൽ കുറേ ഗോത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ 10-25ഓളം ഗോത്രങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു തക്കാളി എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ മെയിൻ ഏരിയ, ഈ ഭാഗങ്ങളൊക്കെ അവരാണ് വരുന്നത്. അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. തക്കാളി ചിൽഡ്രൻ രൂപങ്ങൾ, ഇവരൊക്കെ ആ ഒരു ഗോത്രത്തിൽ പെടുന്ന ആളുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് അടിച്ചിട്ട് ഇനി പിന്നെ ഈ പറഞ്ഞ പോലെ രാത്രി കടന്നുറങ്ങുക, നാളെ രാവിലെ എണീറ്റിട്ട് മുക്തിനാഥിൽ പോവുക. അപ്പോൾ അവിടുത്തെ വീഡിയോകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു ഓൾ.